ഹലോ, ഹായ്, എല്ലാവരും സുഖം തന്നെ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു തോൺലീൻ്റെ ബാജി കാണിക്കാനാണ് വന്ന. നാട്ടിൽ നമുക്ക് ഇതിന് കോവക്ക എന്ന് പറയും. ഇത് കുറേ അസുഖത്തിനെല്ലാം കുറേ നല്ലതാണെന്ന് പറയും. അധികം വീടുകളിലും വേലി കെട്ടീനെ പടത്തി കഴിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പിന്നെ കുന്ത്രു എന്ന് പറയും, പിന്നെ മറാഠിയിൽ തോൺലി എന്ന് പറയും. പിന്നെ ഇത് കുറേ ഔഷധ ഗുണമുള്ള നല്ലതാണെന്ന് പറയും. ഇത് കൈ വൃത്തിയാക്കി ചെറുങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് കടായി വെച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് പിന്നെ അതിലൊരു 10 മണി കടു, ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി എല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു പച്ചമുളക് എല്ലാം പിന്നെ കടു പൊട്ടും അതിലിടുക, ഇളക്കുക. ഒരു തരി മഞ്ഞൾ, ഒരു തരി മുളക് എല്ലാം ഇട്ട് അതിനെ ഇളക്കി ശരിയാക്കിയതിൻ്റെ ശേഷം ഈ ഉള്ളി അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഈ ചെറിയ ഉള്ളികളും അത് വെളുത്തുള്ളി മറ്റേത് മറിച്ചെല്ലാം കരുവാമ്പഞ്ചപ്പ്, ചെറിയ ഉള്ളിയുണ്ട്, അത് വലിയ ഉള്ളിയുണ്ട്, എല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ട് അത് ഇടുക. എല്ലാം കൂടി ഇളക്കി ഈ തോൺലി അതിലെടുത്ത് ചെരിഞ്ഞ് അതിന് വേണ്ടുന്ന ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക. അതിന് ചെറിയൊരു വേവുണ്ട് ഈ തോൺലിക്ക്, അങ്ങനെ തീരെ വേവില്ലാതെല്ലാം. അപ്പം നമ്മൾ അതിൻ്റെ ഉപ്പ് ഇട്ട് അതിന് വേണ്ടുന്ന വെള്ളവും പാർന്ന് കുറച്ച് നേരം മൂടി വെക്കുക. കുറച്ച് നേരം ഒന്നത് പതിച്ച് വേകുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കി മറിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അനുസരിച്ച് വെള്ളം വറ്റിച്ച് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ പുരണ്ടിയിട്ടിടുന്ന ആൾക്ക്, തേങ്ങ ഇഷ്ടമുള്ള ആൾക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം അതിൻ്റെ ശേഷം ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് മേടിച്ച് വെച്ച് കരുവാമഞ്ഞപ്പൂ എല്ലാം ഇട്ട് സുഖമായിട്ടെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്ര തിരിച്ച് മറിച്ചിട്ട് ഇനി നമുക്കതിനെ മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി എടുത്ത് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കുറച്ച് തേങ്ങ ഇടാം. ഇനി നിങ്ങൾക്ക് അതിൽ ഒരു മുട്ട പാർന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് പിന്നെ അതെല്ലാം ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചില ബാജികളിലെല്ലാം അങ്ങനെ മുട്ട ഇടും. എല്ലാം നല്ലതാണ്, തേങ്ങ ഇട്ടാലും നല്ലതാണ്. ഇപ്പം ഇങ്ങനെ തോൺലി വെന്തിട്ടുണ്ട്. അതിന് വേണ്ട ഉപ്പും കരിയും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ വെന്താക്കാം. എല്ലാം വെള്ളമെല്ലാം വെറ്റി ശരിയായി വന്ന് നമുക്കിതിനെ വെന്താക്കാം. ശരി, എന്നാൽ നമുക്ക് വേറെ ഒരു വിഷയമായി വരാം. പിന്നെ അപ്പം ബായ്.